ഈ പുതിയ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം, നല്ലൊരു മാറ്റമാണ് ഈ ഒരു മാറ്റം എന്ന് തോന്നിയ മാറ്റം ഏതാ? നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ 5000 രണ്ടെണ്ണം കൂട്ടി എന്ന് പറയുന്നത് യാതൊരു മാറ്റമായിട്ട് കൂട്ടാൻ പറ്റുകയല്ലോ. അത് 18 എണ്ണം 20 എണ്ണം ആക്കിയത് ഒരു മാറ്റമേ അല്ല അത്. പിന്നെ ഉള്ളത് 2000 വന്നു 6 എണ്ണം, അതും 2000 ഒരു 12 എണ്ണോ 10 എണ്ണോ ആക്കാം, അതുമില്ല. പിന്നെ 1000 എന്തോ വേരിയേഷനുണ്ട്, 500 ചെറിയ ഇത്, പിന്നെ 50 കളഞ്ഞ് 100 ആക്കി. ഇത്രയേ ഉള്ളൂ കാണിച്ചിട്ടുള്ളൂ, അല്ലാതെ വലിയൊരു മാറ്റം ചെയ്തതായിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് രൂപ സർക്കാരിലോട്ട് ഒന്നും അറിയാതെ കയറി വരുമല്ലേ. ആ അത്രയും പ്രൈസ് ഒരു ഇവിടെ വരുന്നില്ലല്ലോ, വെളിയിലോട്ട് വരുന്നില്ലല്ലോ. ജനങ്ങളുടെ കൈ പ്രൈസ് കിട്ടിയാലേ നാളെ ടിക്കറ്റ് എടുക്കുള്ളൂ. അത് വലിയ ഏജൻസികളുടെ ഇതാണ്, അവർക്ക് അനുകൂലമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പം സർക്കാർ ഏറ്റവും അവരെ സംരക്ഷിക്കുന്നത്. അതായത് താഴേക്കിടക്ക് ഈ നടന്ന് കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരെയൊക്കെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം. പക്ഷേ അവർ അസംഘടിതരുമാണ്. പല മേഖലകൾക്ക് ഈ മൂവാറ്റുപുഴ അവിടങ്ങളിലൊക്കെ ഒത്തിരി തൊഴിലാളികൾ നല്ല രീതിയിൽ സമരങ്ങൾ നടത്തി. പക്ഷേ ഈ കേരളത്തിൽ, കോട്ടയം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർ അസംഘടിതരാണ് ശരിക്കും. അതാണ്, അവർക്കിത് ബോധവാന്മാരല്ല. അപ്പം അവരെ ശരിക്കും പറഞ്ഞ് ഈ കള്ളൊക്കെ അടിച്ച് നടക്കുന്ന ആ രീതിയിലേക്ക് സർക്കാർ അവരെ കാണിച്ചിരിക്കും. വെറും ഒരു കച്ചറയായിട്ട് തന്നെ ഈ കച്ചവടക്കാരെ കാണുന്നത്, അങ്ങനെയാണ് കാണുന്നത്. അതാണ്. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി, അവർക്ക് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ, അവർ മക്കളൊക്കെ ഉണ്ട്. പക്ഷേ മക്കളുടെ വരുമാനത്തിൽ ജീവിക്കാതെ സ്വന്തം വരുമാനത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാൻ അതിനു വേണ്ടി ഒരു 200 രൂപ 300 രൂപ അവർ കണക്ക് കേട്ടുന്നത്. ഒരു മാസം കണക്ക്, ഒരു ദിവസം ആ 100 രൂപയിലും ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാവില്ല അന്നുള്ള ഭക്ഷണം. അതാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അവരാണ് ആശ്രയമില്ലാത്തവരും അങ്ങനെയുള്ള ഈ കച്ചവടത്തിലൊക്കെ. പക്ഷേ അവർക്ക് മേളിൽ ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അത് ശരിയാണ്, സത്യമായ കാര്യമാണ്. ഓൺലൈനിൽ നടക്കുന്നത് ഇപ്പോഴും ഓൺലൈനിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അത് ഇതുകൊണ്ട് ഒരിക്കലും ചേരത്തില്ല. അല്ലേ, ഇത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്താണ് ഇത്ര നാശത്തിലോട്ട് പോയത്. സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും നടത്തുന്ന പോലെ ഈ കൂപ്പൺ വിറ്റ് നടക്കുന്ന രീതിയിലൂടെ അവരെ പിന്നെ സർക്കാർ ഇപ്പോൾ ഈ കൂലിപ്പണിക്കാരാണ് ഈ ടിക്കറ്റ് എടുക്കുന്നതും ഈ മദ്യം മേടിക്കുന്നതും. 50 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് എത്രയാണ്? ആ 1 കിലോ അരി വീട്ടിലേക്ക് മേടിക്കേണ്ട കാശിന് ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ കഷ്ടപ്പാട് മാറും, എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തിലാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ ഈ ടിക്കറ്റ് വിൽക്കുന്നവരും ഇപ്പം വലിയ ഏജൻസികൾക്ക് അവർക്ക് വേണമെങ്കിൽ ഈ സമരത്തിൻ്റെ കൂടെ കൂടാം. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അവർ EDO ഒക്കെ വെച്ച് റെയ്ഡ് ചെയ്യിപ്പിക്കും. സത്യസന്ധമായ പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് ജനം പിരിവ് നടത്താൻ വേണ്ടി കുറേ ആൾക്കാരെ ഇറക്കി വിട്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഈ 20,000 ഉണ്ടായിരുന്നത് 18ആയി. വീണ്ടും ഈ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ 2 എണ്ണം കൂട്ടി. ഇതിനെ പറ്റിക്കല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു 25-30,000 ആൾക്കാരെടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഇന്ന നമ്പർ അടിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഒരാഴ്ചക്കുള്ളിൽ. പക്ഷെ ആ നമ്പർ അടിക്കാൻ സാധ്യതയുള്ള 2-3 ദിവസം കഴിഞ്ഞ് അടിക്കുമെന്ന് നിശ്ചയമാണ്. പക്ഷെ അത് ഈ കൗണ്ടറിൽ കിട്ടത്തില്ല, അത് ഏജൻസി മുക്കും. അവർക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടാകാം. പിന്നെ അതുപോലെ ഓരോ ദിവസവും ഓരോ ലക്ഷപ്രഭുവിനെ സൃഷ്ടിക്കുന്നുണ്ട് കേരള സർക്കാർ. ആ ലക്ഷപ്രഭുക്കളെ ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർ, ഒരു വർഷത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചവരുടെ വിവരങ്ങൾ ഇവർ പറ. പക്ഷേ ചിലർ പറയുന്നത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഒഴിവാക്കുക, അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. നമ്മളെന്നും കാണുന്നില്ല, ചിലവർ കിട്ടുന്നില്ല. ഇപ്പം തന്നെ പാലക്കാട് 3-4 തമിഴ് എടുത്തുകൊണ്ട് പോയ ടിക്കറ്റിന് അടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ തലേ ദിവസം ഇന്ന ഏജൻസിക്കാണ് ഇന്ന കടയിലടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഒരു ബമ്പർ, ഇവിടെ ഗാനമേള വെച്ച് മീനാക്ഷിക്കാർ ഗാനമേള, ഇവിടെ ചെണ്ട കൊട്ടും. എത്ര രൂപ ചിലവാ? 2 ദിവസം വെച്ച് ഗാനമേള. അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് അല്ല സെക്കൻഡ് പ്രൈസ് ഇവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രൈസ് കിട്ടി. ജനങ്ങളുടെ വിശ്വാസ്യത സർക്കാർ ഈ ലോട്ടറിക്കകത്ത് കാണിക്കണം. എനിക്ക് 10-27 എനിക്ക് പോയി. ഇതേപോലെ പല ആൾക്കാരുടെ ജീവനക്കാരുടെ പോകുന്നില്ലേ, തൊഴിലാളികളെ. അപ്പോൾ ആർക്കാണ് ലാഭം ഇതിനകത്ത്? ഇവിടെ വിൽക്കുന്ന, ഇങ്ങനെ കഷ്ടപ്പെട്ട് വിൽക്കുന്ന ജനങ്ങൾക്ക്, തൊഴിലാളിക്കാണ് ലാഭം അതോ സർക്കാരിനാണ് ലാഭം? സൗകര്യമുള്ളവൻ എടുത്താൽ മതി, അല്ലെ സൗകര്യമുള്ളവൻ വിറ്റാൽ മതി എന്നുള്ളൊരു നയമാണ് സർക്കാരിനെങ്കിലോ
സർക്കാർ സർക്കാർ തന്നെ വിൽക്കേണ്ടി വരും. അത് സർക്കാർ തന്നെ വിൽക്കേണ്ടി വരും. അതിനൊരു മാറ്റം ഉണ്ട്. സർക്കാർ തന്നെ വിൽക്കും. പ്രതിപക്ഷം എതിർത്തിട്ടൊന്നും കാര്യമില്ല. പ്രതിപക്ഷം എതിർത്തിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇവരെ പ്രൈസ് കൊടുക്കുന്നില്ല. ഇവർ മഹാ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാ തട്ടിപ്പ്. ജനങ്ങളെ പിഴിയാണ്. അവരിത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് സാധാരണപ്പെട്ട് ജീവിക്കുന്നവരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ലേ ഈ ഭാഗ്യക്കുറി തന്നെ നിലവിൽ വന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടുന്നില്ല. പ്രൈസ് കൊടുക്കുന്നില്ല. പ്രൈസ് കൊടുക്കും. കാരുണ്യ ടിക്കറ്റ് അതിൻ്റെ കാശൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇൻഷുറൻസ് കിട്ടുമോ? കാരുണ്യയുടെ കാശ് എന്ത് ചെയ്യും? മന്ത്രി ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരിന്ന മെഡിസിൻ ഉണ്ടോ നേരിട്ട് അവർ മിന്നൽ പോലെ ചെന്ന് പ്രവൃത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് കണ്ടാണ്. അന്നേരം പോലും സാധാരണപ്പെട്ടവർക്ക് വേണ്ട മരുന്ന് പോലും അവിടെ ഇല്ല. അപ്പം ഈ ലോട്ടറി വിൽക്കുന്നത് ഇത് വെച്ച് നോക്കുമ്പം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയല്ലേ അതും. നമസ്കാരം. കേരള സർക്കാർ ലോട്ടറി നയങ്ങളിൽ പോയ മെയ് മാസത്തിൽ വരുത്തിയ ചില നയങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമായിരുന്നു. ലോട്ടറി എടുക്കുന്നവരും ലോട്ടറി വിൽക്കുന്നവരും ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് വളരെ നിർബന്ധിതമായി തന്നെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നു. അതിനുശേഷം ഈ മാസം ജൂൺ 11-ാം തീയതി മുതൽ പുതിയ ചില മാറ്റങ്ങൾ ലോട്ടറി വ്യവസായത്തിൽ വന്നിട്ടുണ്ട്. സമ്മാനത്തുകകളിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ 50 രൂപ എന്നുള്ള ലോട്ടറിയുടെ തുക ഇപ്പോഴും മാറ്റിയിട്ടില്ല. 40 രൂപയിലേക്ക് മാറ്റണമെന്നായിരുന്നു വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ആവശ്യം. എന്നാൽ ഇത് പരിഗണിക്കാതെ സമ്മാനത്തുകകളിൽ ചില മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ലോട്ടറി വ്യവസായത്തെ രക്ഷിക്കുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ലോട്ടറി വിൽക്കുന്നവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ഏജൻസി ഉടമയായ ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. മെയ് മാസത്തെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ സംസാരിച്ചതാണ്. എങ്ങനെയുണ്ട് സർക്കാരിൻ്റെ പുതിയ മാറ്റങ്ങൾ? പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ മാറ്റമായിട്ട് പറയാനില്ലാത്ത രീതിയിലാണ് ഈ ചേഞ്ചസ് കാണിച്ചത്. കാരണം 2 എണ്ണമേ ഉള്ളൂ 5000 കൂട്ടിയിട്ടുള്ളൂ. 5000 ഒരു 10-25 എണ്ണമെങ്കിലും അതൊരു 7 എണ്ണം കൂട്ടിയിരുന്ന ഒരു ആവറേജ് ഇത് വന്നേനെ. പിന്നുള്ളത് പെട്ടെന്നൊരു ചേഞ്ചസ് ആയിട്ട് മൈൻഡിൽ മാറ്റം ഉണ്ടായെന്നുള്ളതല്ലാതെ പ്രാക്ടിക്കലായിട്ട് കടകളിലും മറ്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത്ര വലിയൊരിത് മാറിപ്പോയതേ ഉള്ളൂ. സാധാരണ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഇനിയും കൂടണം ഈ പ്രൈസ്, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്നൊന്ന് പറയാമോ? അത് മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ 5000-നകത്ത് പിന്നെ 2 എണ്ണം കൂട്ടി 18 എണ്ണമായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ 2 എണ്ണം അവർ കൂട്ടിയിട്ട് അത് അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നുള്ളത് 1000 എത്ര 2000 6 എണ്ണമാക്കി സെപ്പറേറ്റ് വെച്ച്. അത് പിന്നെയുള്ള 1010 കൂടിയെന്ന് തോന്നുന്നു അല്ലേ? 200 അങ്ങനെ കൊണ്ടുവന്നു. ലാസ്റ്റ് ഉള്ളത് ലോ ആയിട്ടുള്ളത് 200, പിന്നെ 50 ഒഴിവാക്കിക്കൊണ്ട് 100 ആക്കി. ഇവിടെ ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. അതായത് വലിയൊരു മാറ്റം ചെയ്തതായിട്ട് പറയാനേ പറ്റത്തില്ല. ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പുനഃപരിശോധന കൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടൊരു ലാഭമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നുള്ളൊരു സ്ഥിതിവിശേഷമെങ്കിലും ഉണ്ടോ? അത് എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം സാധാരണ ആൾക്കാർ ഇപ്പോഴും കൊണ്ടു നടന്ന് വിൽക്കുന്നത് അങ്ങനെ പോകുന്നുണ്ട്. അവർക്കും പ്രൈസ് ആ ബ്ലോക്ക് പോലും വരാതെ പോകുന്ന സിറ്റുവേഷനുണ്ട്. അതുപോലെ ഒരു ബുക്കിൽ തന്നെ 2 പ്രൈസ് ഇന്നും അടിച്ചിട്ടുണ്ട്. അത് 02, 03, പിന്നെ 05 and 7 അങ്ങനെ സംതിങ് ഒരേ ബുക്കാണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും 30 എണ്ണം എടുത്ത് വിൽക്കുന്ന ആൾക്ക് 12 എണ്ണം വിറ്റതിൻ്റെ എഫക്റ്റാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അത് പ്രശ്നമുണ്ട്. അപ്പം അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് വിൽക്കാൻ പറ്റത്തില്ല. ഈ നമ്പർ നല്ലൊരു സെലക്റ്റീവ് നമ്പറാണ്, ഇതെടുത്ത് വിറ്റാൽ പ്രൈസ് ഉണ്ടാവും എന്ന് ചിന്തിക്കാനേ പറ്റത്തില്ല ഇപ്പോൾ. ഇപ്പോൾ ലോട്ടറി എടുക്കുന്നവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസം മുതലൊക്കെ കൂടുതലായിട്ട് പ്രൈസ് അടിക്കുന്നത് കുറഞ്ഞു എന്ന് പറഞ്ഞു, പ്രൈസ് അടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ 50 രൂപ ആക്കി കഴിഞ്ഞിട്ട് ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് വന്ന ഈ സംഭവം കംപ്ലീറ്റ് ഒരു തിരിച്ചു പിടിക്കുന്ന പോലത്തെ രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് കാണിച്ചത്. ഒരു പൈസ പോലും ഈ എടുത്ത് വിൽക്കുന്നവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ. ബാക്കി അധികം വരുന്നത് പോക്കറ്റിൽ ഇരിക്കുന്നു. അതിനകത്തൊരു 100 രൂപ 50 രൂപ പോലും ഇല്ലാത്ത പശ്ചാത്തലമാണ് വന്നിരിക്കുന്നത്. ഈ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിലേക്കും അത് കൺട്രോളായിട്ട് അങ്ങ് തിരിച്ചു പോകുമല്ലേ ഈ സംഭവങ്ങൾ. പിന്നെ ഇത്രയും പൈസ കൂട്ടിയ സ്ഥിതിക്ക് സാധാരണക്കാരെടുത്ത് വിൽക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തായി പൈസയല്ല, അല്ലാതെ സ്വന്തമായിട്ടുള്ള കാശുകളൊക്കെ ഇല്ല. ഇപ്പോഴും ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെ വന്നായിരുന്നു. പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞു 48,000 രൂപ പുള്ളിക്ക് നഷ്ടമുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇത് കഴിഞ്ഞാൽ വേറെ ജോലിക്ക് പോകാൻ സൈക്കിൾ ഇത്രയും ഇവിടെ വന്നായിരുന്നു പുള്ളി. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്.
പുള്ളിയോട് ഞാൻ ചുമ്മാ ചോദിച്ചു അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം അപ്പോഴാണ് പറഞ്ഞത് ഞാൻ 2 ദിവസം കൂടെ നോക്കും. ഞാൻ പറഞ്ഞു നാളെ ചേട്ടന് പ്രൈസ് അടിക്കട്ടെന്ന് ആശംസിച്ച് വിട്ട് അത് നാക്ക് പൊന്നാകട്ടെന്ന് പറഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും പ്രതീക്ഷിച്ച് കടങ്ങൾ എടുക്കുന്ന ഈ വിൽപ്പന തുടരുന്ന ആളുകളുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഭാഗ്യ പരീക്ഷണം പോലെ തന്നെ അവരുടെ ആ മൈൻഡിൽ അത് ലയിച്ച് ചേർന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും പൈസ തല്ലിക്കൂട്ടി അത് ഫോളോ ചെയ്യപ്പെടും അവർ. അതാ അതിൻ്റെ സത്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മെയ് മാസത്തിൽ വന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ തട്ടിട്ട് വിൽക്കുന്നത് കണ്ടിരുന്നു. ആ ചേട്ടനൊക്കെ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ സംഭവിച്ചത്? ഇച്ചിരി ഇടയ്ക്ക് വയ്യാതെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈറ്റ് വരുമ്പോൾ പുള്ളി പുറകോട്ടെടുക്കും. അങ്ങനെ ഒരു അവധിയായി ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുള്ളി ഇല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഏജൻസിക്കാരെയോ അല്ലെങ്കിൽ മൊത്ത കച്ചവടക്കാരെയോ ചില്ലറ വിൽപ്പനക്കാരെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? സംരക്ഷിക്കുന്നതായിട്ട് ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം ഈ പൈസ ഇത്രയും കൂട്ടിയ സ്ഥിതിക്ക് എല്ലാവരെയും ഒരുമാതിരി പറഞ്ഞ പോലെ ഈക്വാലിറ്റി ആയി, എല്ലാവരും ഒരുപോലെ ആകുന്ന ഒരു അവസ്ഥയായി. വലിയ ഒരു മുതലാളിയെന്നോ അങ്ങനെയുള്ള ഒരു വേരിയേഷൻ ഇല്ല. പിന്നെ ഉണ്ട് പണ്ടേ ഈ ഫീൽഡിൽ നിൽക്കുന്ന വലിയ ലോട്ടറി ഏജൻസി ഉണ്ടല്ലോ, അവർക്ക് നേരത്തെ ഉള്ളതുപോലൊക്കെ തന്നെയുള്ള കൂടുതൽ ബ്ലോക്ക് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണം പറയാനൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന വകുപ്പുകളിലൊന്നാണ് ഈ ലോട്ടറി വകുപ്പും മറ്റുമൊക്കെ. കേരളത്തിൻ്റെ മെയിൻ വരുമാനങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ട് കിട്ടുന്ന 2 വരുമാനങ്ങളാണ് ലോട്ടറിയും മദ്യവും. അപ്പോൾ ഈ ലോട്ടറി വ്യവസായത്തിൽ വന്ന ഈ ഒരു മാറ്റങ്ങൾ സർക്കാരിന് പാളിപ്പോയി എന്ന ചിന്തയിലാണോ കുറച്ചെങ്കിലും അത് പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറായത്? അത് തീർച്ചയായിട്ടുമാണ്. കാരണം കേരളം മുഴുവൻ ഒരേപോലെ രീതിയിലുള്ള ആൾക്കാർ സംസാരിച്ചതിൽ ഇപ്പോൾ ഒരു പ്രൈസും ഇല്ലെന്നും ഗുണമില്ലെന്നും പറഞ്ഞ പോലെ ഒരുപാട് ഇത് ഞാൻ കാണാറുണ്ട്, പേപ്പറിനാണെങ്കിലും അല്ലാതാണെങ്കിലും. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് അവർ ഇത് ചെയ്തത്, ഈ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാക്കിയത് ഈ പ്രൈസിലൊക്കെ. പക്ഷേ ഈ ചെറിയ വേരിയേഷൻ ഉണ്ടാക്കിയപ്പോൾ കുറേ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറ്റി എന്നുള്ള നിലയിലാണ്. അതായത് സർക്കാരിൻ്റെ പുതിയ മാറ്റങ്ങൾ ഒരുപാട് വമ്പൻ തുകകളും സമ്മാനത്തുകളും ഒക്കെ ഒന്ന് സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാടാണ് പല മാധ്യമങ്ങളും എടുത്തിരുന്നത്. അങ്ങനെ കുറേ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ശരിക്കും അങ്ങനെ സംരക്ഷിച്ചോ യഥാർത്ഥത്തിൽ? അത് പറയാൻ പറ്റത്തില്ല. കാരണം സംരക്ഷിച്ചതായിട്ട് യാതൊരു എന്നാ പറയുന്നത് ഒരു ഇതില്ല. എന്നാ പറയുന്നത് ഒരു മാധ്യമം പറയാനില്ല. നമുക്ക് സംരക്ഷിച്ചു, ഇന്ന മാധ്യമം വഴി അത് രക്ഷിച്ചു നമ്മളെ, അല്ലെങ്കിൽ സെയിലേഴ്സിനെ രക്ഷിച്ചു, അവർക്ക് ഗുണം ചെയ്യുന്ന പോലെ പോയി എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഈ നിരാശ ബാക്കിയാവുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ നിരാശ മാറ്റാൻ ഇനി ചെയ്യേണ്ടത്? ഇനി ചെയ്യണമെങ്കിൽ ഇപ്പോൾ 50 രൂപ എന്നുള്ളത് ചേഞ്ച് ആക്കാതെ തന്നെ വെച്ചുകൊണ്ട് പ്രൈസ് ഇച്ചിരി കൂട്ടി വിടണം. നല്ലപോലെ 5000 ആണെങ്കിലും എല്ലാ പ്രൈസും ഇപ്പം നിലവിലുള്ള 100 വരെയുള്ള പ്രൈസിന് നല്ലൊരു മാറ്റങ്ങൾ കൊടുത്താലേ ഉള്ളൂ ഇതെടുത്ത് വയ്ക്കുന്നവർക്ക് കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം നല്ലൊരു മാറ്റമാണ് ഈ ഒരു മാറ്റം എന്ന് തോന്നിയ മാറ്റം ഏതാ? നല്ലത് മാറ്റം എന്ന് പറഞ്ഞാൽ 5000 2 കൂട്ടി എന്ന് പറയുന്നത് യാതൊരു മാറ്റമായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ. അത് 18 20 ആക്കിയത് ഒരു മാറ്റമേ അല്ലത്. പിന്നെ ഉള്ളത് 2000 വന്നു 6 അതും 2000 ഒരു 12 10 ആക്കാം, അതും ഇല്ല. പിന്നെ 1000 എന്തോ വേരിയേഷൻ ഉണ്ട്, 500 ഉണ്ട് ചെറിയ. ഇത് പിന്നെ 50 കളഞ്ഞ് 100 ആക്കി. ഇത്രയേ ഉള്ളൂ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു മാറ്റം ചെയ്തതായിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ഏജൻസി നടത്തുന്ന ആളെന്നുള്ള നിലയിൽ ഇപ്പോഴും പൂർണ്ണമായും തൃപ്തനല്ല? ഒരിക്കലും അല്ല. ഇനി അത് കൂടുതൽ പ്രൈസ് ഇറക്കിയിട്ട് ഈ 50 രൂപയിൽ തന്നെ കൂടുതൽ പ്രൈസ് ഇറക്കി മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് ഇല്ലാത്തവർ പോലും ടിക്കറ്റ് എടുത്ത് വയ്ക്കാൻ മുൻപോട്ട് വരും. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പ്രതിഷേധം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അത് ഇങ്ങനെ അടിച്ചമർത്തിയ പോലെ ഇത് മുമ്പോട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് ഈ ഫീൽഡിൽ നിന്ന് വിട്ട് മാറിപ്പോകുമെന്നുള്ളതാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ലോട്ടറി നിർബന്ധിതമായി എടുക്കേണ്ടി വരുന്നുണ്ടോ? നിർബന്ധിതമായിട്ട് അതല്ല, അത് ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് ഫീൽഡ് വിട്ട് പോകാൻ എളുപ്പമായത്. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ നിലനിൽക്കുക, വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയാൽ മാസം ഇത്ര രൂപ നമുക്ക് കിട്ടും, ഒരിടത്ത് പോയി ഇന്നപോലെ കഷ്ടപ്പെട്ട് നിന്നാ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അനങ്ങാതെ ഈ ഫീൽഡ് വിട്ട് പോകും. മാത്രമേ ഉള്ളൂ. ചേട്ടാ, ലോട്ടറി നടന്നു വിൽക്കുന്ന ഒരാളല്ലേ? എത്ര വർഷമായി? ഞാൻ വന്നിട്ട് ഒരു 8 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചാളായിട്ടുള്ളൂ. ഈ കുറച്ച് നാളുകളിൽ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 2 മാസങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നായിരുന്നു. ഈ മാറ്റങ്ങൾ ചേട്ടനൊക്കെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ശരിക്കും നല്ല രീതി ബാധിച്ചു. ഒരു മാസം എനിക്കൊരു 10-25 രൂപയോളം എനിക്ക് മാർക്ക് കിട്ടി. അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ ഒരു തെറ്റായ ഒരു നയം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് എടുത്തത് തന്നെ ശരിയായ ഒരു തീരുമാനമല്ല. ആ പഴയപടി 40 രൂപ തന്നെ ആക്കുവാണെങ്കിൽ ജനങ്ങൾ കൂടുതൽ എടുക്കാൻ താല്പര്യപ്പെടും. നേരത്തെ ഇരുന്നത് ബുധനാഴ്ച ടിക്കറ്റ് 24,500 ആണ്. അത് വെട്ടിക്കുറച്ചിട്ട് ഇപ്പോൾ 20,500 കൂട്ടിയിട്ടാണ് തുടങ്ങിയത്. അതിന് അന്നേരം 2,000 രൂപ ഉള്ളത്
8 10 കണ്ടത്, അത് 6 ആക്കി. അപ്പോൾ അതിൻ്റെ പകരം ജനങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി 200 കയറ്റിയിട്ട് 200 കയറ്റിയിട്ട് വലിയ കൂട്ട നിലവിലൊരു 34,500 ഇട്ടാൽ, അതേപോലെ തന്നെ 22,000 ഇട്ട് കഴിഞ്ഞാൽ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എന്നുള്ള ഒരെണ്ണം കൊടുക്കുക, ബാക്കിയുള്ള പ്രൈസുകളെല്ലാം ഒഴിവാക്കുക, ഒറ്റ പ്രൈസ് കൊടുക്കുക, ബാക്കി 5,000 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 6 മാസത്തേക്കുള്ള ഇത് കേരളത്തിൽ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൊത്തം വ്യവസായം 6 മാസം വെച്ചാൽ ഈ 50 രൂപയിൽ നിന്ന് എടുത്ത് തന്നെ തീരുമാനം ഏറ്റവും വലിയ തെറ്റാത്ത തീരുമാനം തന്നെയാണ്. അത് ഈ 50 രൂപ എന്ന് എടുക്കുന്ന ഇപ്പം 5 എണ്ണം എടുക്കുന്ന ആൾ 2 എണ്ണം എടുക്കുള്ളൂ. പിന്നെ അയാൾക്ക് വേണ്ട. ഞാൻ അപ്പോൾ നമ്മൾക്ക് ഈ 1 മാസത്തോടെ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി. ഈ മെയ് മാസത്തിലെ മാറ്റങ്ങൾ ശരിക്കും പൈസ പോയി. അപ്പോൾ എനിക്ക് പതിവുകാർ പോലും ഇല്ല. നമ്മളിപ്പോൾ ഇരുന്ന് വിറ്റുകൊണ്ട് ഇപ്പോൾ ഓടി നടന്ന് വിൽക്കേണ്ട സ്റ്റേജിലോട്ടായി. ചേട്ടൻ 200 ആളാണല്ലേ? ഓടി നടന്ന് വിൽക്കേണ്ട സ്റ്റേജിലോട്ടായിപ്പോയി. അപ്പോൾ ഇവരുടെ ആ ഒരു തെറ്റായ നയം തന്നെയാണ്, സർക്കാരിൻ്റെ തെറ്റായ നയം തന്നെയാണ്, അല്ലാതെ ഒരു മാറ്റമില്ല. അപ്പോൾ സർക്കാർ ഇപ്പോഴും ഈ 50 രൂപ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള മാറ്റങ്ങളാണ് ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ 50 രൂപയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മാറ്റങ്ങൾ വന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ഇത് ജനം മനസ്സിലാക്കും. സർക്കാരിൻ്റെ തീരുമാനം സർക്കാർ എടുത്തോട്ടെ. ജനങ്ങൾ ഇത് എടുക്കണോ വേണമെന്ന് ജനങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ആർക്കും നഷ്ടമുണ്ടാകുന്നത്? ജനങ്ങൾക്കാണ്, സർക്കാരിനാണ്. പക്ഷേ സർക്കാരിന് പുതിയ മാറ്റങ്ങളിൽ ചിലപ്പോൾ ഓൺലൈൻ വഴി ലോട്ടറി വിൽക്കുന്നതും അങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഈ ലോട്ടറി എന്നുള്ളത് മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറേ പേരെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഓൺലൈൻ വഴിയാക്കി കഴിഞ്ഞാൽ? ഒരിക്കലും ഇല്ല. ഓൺലൈനിൽ നടക്കുന്നത് ഇപ്പോഴും ഓൺലൈനിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അത് ഇതുകൊണ്ട് ഒരിക്കലും ചേരത്തില്ല. അല്ലെ, ഇത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്താണ് ഇത്ര നാശത്തിലോട്ട് പോയത്. സർക്കാർ കൃത്യമായിട്ട് ഈ ലോട്ടറി തൊഴിലാളികളുടെ വിഷമം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ കുറച്ച് നാളുകളായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാർ ഓരോ വിഷമങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല ഇങ്ങനത്തെ തീരുമാനം അവരെടുത്ത്. എനിക്ക് 10-27 എനിക്ക് പോയി. ഇതേപോലെ പല ആൾക്കാരെ ജീവനക്കാരുടെ പോകുന്നില്ലേ, തൊഴിലാളികളെ. അപ്പോൾ ആർക്കാണ് ലാഭം ഇതിനകത്ത്? ഇവിടെ വിൽക്കുന്ന, ഇങ്ങനെ കഷ്ടപ്പെട്ട് വിൽക്കുന്ന ജനങ്ങൾക്ക്, തൊഴിലാളിക്കാണോ ലാഭം അതോ സർക്കാരിനാണോ ലാഭം? ഈ 40 രൂപ ടിക്കറ്റ് ആയിരുന്നപ്പോൾ സർക്കാരിന് അപ്പോഴും ലാഭം തന്നെയല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പോൾ അത് വീണ്ടും 50 രൂപയ്ക്ക് പരിഷ്കരിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു കൊള്ള ലാഭം എന്നുള്ള നിലയിലുള്ള ചിന്ത വന്നിട്ടാണോ ഇങ്ങനെ ആയതെന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ കൊള്ള ലാഭം ഉണ്ടായിട്ടല്ലേ അവർ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു 10 രൂപ കൂട്ടുമ്പോൾ 10 രൂപയ്ക്ക് എത്ര പെർസെൻറ്റേജാണ് ഈ പ്രൈസ് വരുന്നത്? നിങ്ങൾ അത് ചിന്തിച്ച് നോക്കണ്ട. അവർ ഈ 10 രൂപ കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ കോടിക്കണക്കിന് രൂപ സർക്കാരിലോട്ട് ഒന്നും അറിയാതെ കയറി വരുമല്ലേ. ആ അത്രയും പ്രൈസ് ഒരു ഇവിടെ വരുന്നില്ലല്ലോ, വെളിയിലോട്ട് വരുന്നില്ലല്ലോ. ജനങ്ങളുടെ കൈ പ്രൈസ് കിട്ടിയാലേ നാളെ ടിക്കറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം 150 ടിക്കറ്റോളം വിറ്റുകൊണ്ടിരുന്ന ഞാനത് കുറച്ച് എനിക്ക് നഷ്ടം വന്ന് ഞാൻ 30,000 അത് മാറ്റാൻ വരുമോ ഇല്ലെന്ന്. ഇതിങ്ങനെ മാറുന്നില്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ ഞാനിതങ്ങ് ഉപേക്ഷിക്കും. ഇത് ഉപേക്ഷിക്കാനായിട്ട് വേണ്ട എന്ന് വെക്കുന്നത് ആരും സമ്മതവും നമുക്ക് വേണ്ടല്ലോ. അതേപോലെ ഒരു 34,500 22,000 കൂട്ടി വെച്ച് ഫസ്റ്റ് പ്രൈസ് എന്നുള്ള ഒന്ന് നിലനിർത്തിക്കോട്ടെ. ബാക്കി പ്രൈസുകൾ കൂട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വ്യാപാരം നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ ഈ ചെറിയ പ്രൈസുകളോടാണല്ലേ ആളുകൾക്ക് കൂടുതൽ കമ്പം. ആളുകൾ ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും നോക്കൊന്നും കൂടി ഇല്ലല്ലേ. ചെറിയ പ്രൈസുകളാണ് ആൾക്കാർക്ക് ഒരു ക്രൈസ് അല്ലേ. അപ്പോൾ ആ പ്രൈസുകൾ കൂട്ടുന്നതാണ് ഏറ്റവും ഉചിതം എന്നല്ലേ ചേട്ടൻ പറയുന്നത്? ഏറ്റവും ഉചിതം അത് കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ഈ 40 രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെ കളിച്ചാൽ നമുക്കൊരു 2 മണിക്ക് 3 മണിക്ക് മുമ്പ് വിറ്റ് തീർക്കാമായിരുന്നു. ഇത് വിറ്റ് തീർക്കാൻ പറ്റത്തില്ല. 50 രൂപ എന്ന് പറയുമ്പോൾ 1 കിലോയുടെ അരിയുടെ പൈസയായി. ഇപ്പം ജനം ചിന്തിക്കുന്ന ഈ 50 രൂപ കൊടുത്ത് മേടിക്കുന്നത് നല്ല 1 കിലോ അരി മേടിച്ച് കഴിഞ്ഞാൽ 4 പേർക്ക് 5 പേർക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാം. ആ രീതി അതുകൊണ്ടാണ് പറഞ്ഞു വന്നു കഴിഞ്ഞത് 5 ടിക്കറ്റ് എടുക്കുന്ന ആൾ 1 ടിക്കറ്റ് എടുക്കും. അപ്പോൾ ആ 200 രൂപ അവിടെ സെക്യൂറായിട്ട് അയാളുടെ കയ്യിൽ കിടക്കും. പുറത്ത് പ്രൈസ് പോലും കിട്ടാത്തതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിപ്പോയത്. 90% ആൾക്കാർ പറഞ്ഞ് ഇത് അടിക്കത്തില്ലെന്ന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ട് കൊടുത്ത് നീട്ടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ചില സമയത്ത് അവരുടെ നോട്ടം കണ്ടാൽ അവരോട് എന്ത് ടിക്കറ്റ് പൈസ കടം മേടിക്കാൻ നിൽക്കുന്ന പോലെന്നുള്ള നോട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളോട് പോടാ എന്ന് പറയുന്നില്ല, വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക. പക്ഷേ അവർ 50 രൂപ ചെറുക്കാൻ അവർക്ക് താല്പര്യമില്ല ജനങ്ങൾക്ക് ഇപ്പോഴും. ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഈ മെയ് മാസം തൊട്ട് ഇതുവരെ? ഈ മാറ്റത്തിലും എന്താണ് ജനങ്ങൾ പറയുന്നത്? മെയ് മാസം തൊട്ടുള്ള പ്രതികരണം പറ്റീരാന്ന് പറയുന്നത്. ജനങ്ങൾ ഇത് ടിക്കറ്റ് സർക്കാർ ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ജൂൺ മാസത്തിലെ മാറ്റങ്ങൾ കണ്ടിട്ട് എന്താ പറയണേ? അത് തന്നെ പറയുന്നത്. അത് തന്നെ പറയുന്നത്. ഇത് അടിക്കത്തില്ലെന്നാണ് പറയുന്നത് അവർ. അടിക്കത്തില്ല. അതിൽ ഒരു മാറ്റമില്ല. ഇവർ പ്രൈസ് കൂട്ടി നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഇത് നിലനിൽക്കും. ഇല്ല, ഇത് നിലനിൽക്കുകയില്ല. ചേട്ടാ, ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു സമരത്തിൻ്റെ കാര്യം ഒരു ചർച്ച ചെയ്യുന്നതായിട്ട് കേട്ടായിരുന്നു. അത് 1 മാസത്തോളം നമ്മൾ ഇതൊന്നും എടുക്കാതെ സമരം ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ ലോട്ടറി തൊഴിലാളികൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ സമരം ചെയ്താൽ സർക്കാരിനെ ഇതൊന്ന് പുനഃപരിശോധിക്കേണ്ടി വരില്ല, കുറച്ചും കൂടി ഗൗരവമായിട്ട്. പക്ഷെ എന്നിട്ടും ഈ 1 മാസത്തോളമൊക്കെ എടുത്തിട്ട് ഒരു സമരം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്താത്ത എന്തുകൊണ്ടായിരിക്കും? അത് വലിയ ഏജൻസികളുടെ ഇതാണ്. അവർക്ക് അനുകൂലമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പം സർക്കാർ ഏറ്റവും അവരെയാണ് സംരക്ഷിക്കുന്നത്. അതായത് താഴേക്കിടക്ക് ഈ നടന്ന് കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരെയൊക്കെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം. പക്ഷേ അവർ അസംഘടിതരുമാണ്. പല മേഖലകൾക്ക് ഈ മൂവാറ്റുപുഴ അവിടങ്ങളിലൊക്കെ ഒത്തിരി തൊഴിലാളികൾ നല്ല രീതിയിൽ സമരങ്ങൾ നടത്തി. പക്ഷേ ഈ കേരളത്തിൽ കോട്ടയം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർ അസംഘടിതരാണ് ശരിക്കും. അതാണ്, അവർക്കിത് ബോധവാന്മാരല്ല. അപ്പം അവരെ ശരിക്കും പറഞ്ഞ് ഈ കള്ളൊക്കെ അടിച്ച് നടക്കുന്ന ആ രീതിയിലേക്ക് സർക്കാർ അവരെ കാണിച്ചിരിക്കും. വെറും ഒരു കച്ചറയായിട്ട് തന്നെ ഈ കച്ചവടക്കാരെ കാണുന്നത് അതാണ്. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ. അവർ മക്കളൊക്കെ ഉണ്ട്. പക്ഷേ മക്കളുടെ വരുമാനത്തിൽ ജീവിക്കാതെ സ്വന്തം വരുമാനത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാൻ അതിനു വേണ്ടി ഒരു 200 രൂപ 300 രൂപ അവർ കണക്ക് കേട്ടുന്നത്. ഒരു മാസം കണക്ക് ഒരു ദിവസം ആ 100 രൂപയിലും ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാവില്ല. അന്നുള്ള ഭക്ഷണം അതാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അവരാണ് ആശ്രയമില്ലാത്തവരും അങ്ങനെയുള്ള ഈ കച്ചവടത്തിലൊക്കെ. പക്ഷേ അവർക്ക് മേളിൽ ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അത് ശരിയാണ്, സത്യമായ കാര്യമാണ്. അതാണ്. പക്ഷേ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങൾ നമ്മളൊക്കെ ടിക്കറ്റ് എടുക്കുന്നതും അവരെ സഹായിക്കാൻ വേണ്ടി, തൊഴിലാളികളെ സംരക്ഷിക്കുക, അവർ കുടുംബം പുലർത്താനല്ല അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ സഹായിക്കുക കൂടുതലും. പിന്നെ ഈ പ്രൈസ് അടിക്കുന്നതാണേലും ആ പ്രൈസാണേലും ഇവർ ഈ ചാൻസ് നമ്പർ കാണിക്കുന്നുണ്ട്, ക്ലൂ കാണിക്കുന്നുണ്ട്. അത് ശരിയായ കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ അടിക്കുന്ന ആ ചാൻസ് കാണിക്കുന്ന ആ ടിക്കറ്റ് ഈ മെയിൻ കൗണ്ടറിലില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ 1 കോടി ആക്കിയതിന് ശേഷം ഇവിടെ തന്നെ സ്ഥിരം ഇടുന്ന നമ്പർ, നമ്മൾ സ്ഥിരം കുറേ ഇവിടെ 0 ഉണ്ട്, അതിൽ 1000-ൻ്റെ ഉണ്ട്. ആ ടിക്കറ്റുകൾ കറക്റ്റ് അടിക്കുന്ന ആ ദിവസങ്ങളിൽ ഈ കൗണ്ടറിലില്ല, ഈ മെയിൻ കൗണ്ടറിലില്ല. അവിടെ ഇല്ല, ഈ തൊഴിലാളികളിലും ഇല്ല. അപ്പോൾ ആ ടിക്കറ്റ് കറക്റ്റ് എവിടെയാണ് ചെല്ലുന്നതെന്നറിയാമോ? അത് മറ്റൊരു തന്നെ, അത് ഇവർ തന്നെ ചെയ്യുന്ന ഏജൻസിയുടെ കയ്യിൽ തന്നെയുണ്ട്. ഒരു വലിയ തട്ടിപ്പല്ലേ? ഭയങ്കര തട്ടിപ്പായി നടത്തുന്നത്. വെറും ഇതായിട്ട് തന്നെ ജനങ്ങളിലെ പുച്ഛിച്ച് തള്ളുവായത് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയത്, സാധാരണക്കാരായവർ, അതായത് ഒരു പരസഹായം ഇല്ലാതെ ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ സർക്കാർ വളരെ ഒരു കീഴാള വർഗമായിട്ടാണ് അപ്പോൾ കാണുന്നത്. അത് തന്നെ തീരെ അത് ആ രീതിയിലാണ് കാണുന്നത്. അവരെ മൈൻഡേ ചെയ്യുന്നില്ല. പക്ഷേ സാധാരണക്കാരുടെ സർക്കാർ എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളടക്കം അധികാരത്തിലേറ്റുന്നത്. എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ സാധാരണക്കാരെ സഹായിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഇതാണോ? ഒരിക്കലുമല്ല. അത് ജനം മനസ്സിലാക്കുന്നില്ലേ. അവർ വെറും വെട്ടികളാണ്. അത് അവർ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ്. അവർ പാവങ്ങളാണ്. അവർക്ക് ചിന്തിക്കാൻ, അവരെ പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കൊടുക്കുമ്പോൾ അവർ അതിൽ വീണ് പോവുക. ചെറിയ മുറുക്ക സംഘടനയിൽ കൂപ്പൺ കൊടുത്ത് വിടുന്ന പോലെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഈ ടിക്കറ്റ് കൊടുത്ത് വിടുക. അവർക്ക് കിട്ടുന്ന 4-5 രൂപ ഒരു ടിക്കറ്റേ കിട്ടുന്നതേ ഉള്ളത്. അത് എത്ര ടിക്കറ്റ് വയ്ക്കുന്നത് അതിൻ്റെ അനുസരിച്ച് കിട്ടും. പക്ഷെ സർക്കാരിന് കിട്ടുന്നതോ കോടികളാണ്. ക്ലബ്ബുകളിൽ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും നടത്തുന്ന പോലെ ഈ കൂപ്പൺ വിറ്റ് നടക്കുന്ന രീതിയിൽ പിന്നെ സർക്കാർ ഇപ്പോൾ ഈ കൂലിപ്പണിക്കാരാണ് ഈ ടിക്കറ്റ് എടുക്കുന്നതും ഈ മദ്യം മേടിക്കുന്നതും. 50 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് എത്രയാണ്? ആ 1 കിലോ അരി വീട്ടിലേക്ക് മേടിക്കേണ്ട കാശിന് ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ കഷ്ടപ്പാട് മാറും, എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തിലാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ ഈ ടിക്കറ്റ് വിൽക്കുന്നവരും ഇപ്പം വലിയ ഏജൻസികൾക്ക് അവർക്ക് വേണമെങ്കിൽ ഈ സമരത്തിൻ്റെ കൂടെ കൂടാം. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അവർ ED ഒക്കെ വെച്ച് റെയ്ഡ് ചെയ്യിപ്പിക്കും. സത്യസന്ധമായ പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് ജനം പിരിവ് നടത്താൻ വേണ്ടി കുറേ ആൾക്കാരെ ഇറക്കി വിട്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഈ 25,000 ഉണ്ടായിരുന്നത് 18ആയി. വീണ്ടും ഈ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ 2 എണ്ണം കൂട്ടി. ഇതെനിക്ക് പറ്റിക്കല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു 25-30 ആൾക്കാരെടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഇന്ന നമ്പർ അടിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഒരാഴ്ചക്കുള്ളിൽ. പക്ഷെ ആ നമ്പർ അടിക്കാൻ സാധ്യതയുള്ള 2-3 ദിവസം കഴിഞ്ഞ് അടിക്കുമെന്ന് നിശ്ചയമാണ്. പക്ഷെ അത് ഈ കൗണ്ടറിൽ കിട്ടത്തില്ല. അത് ഏജൻസി മുക്കും. അവർക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടാകാം. പിന്നെ അതുപോലെ
ഓരോ ദിവസവും ഓരോ ലക്ഷപ്രഭുവിനെ സൃഷ്ടിക്കുന്നുണ്ട് കേരള സർക്കാർ. ആ ലക്ഷപ്രഭുക്കളെ ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർ, ഒരു വർഷത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചവരുടെ വിവരങ്ങൾ ഇവർ പറ. പക്ഷേ ചിലർ പറയുന്നത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഒഴിവാക്ക്, അങ്ങനെയുള്ളവർ ഒഴിവാക്ക്. അത് വലിയ മെമ്പറൊക്കെ അങ്ങനെയുള്ളവർ ഒഴിവാക്ക്. നമ്മളെന്നും കാണുന്നില്ല, ചിലവർ കിട്ടുന്നില്ല. ഇപ്പം തന്നെ പാലക്കാട് 3-4 തമിഴ് എടുത്തുകൊണ്ട് പോയ ടിക്കറ്റിന് അടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ തലേദിവസം ഇന്ന ഏജൻസിക്കാണ് ഇന്ന കടയിൽ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഒരു ബമ്പർ, ഇവിടെ ഗാനമേള വെച്ച് മീനാക്ഷിക്കാർ ഗാനമേള, ഇവിടെ ചെണ്ടകൊട്ടും എത്ര രൂപ ചിലവാണ് 2 ദിവസം വെച്ച് ഗാനമേള. അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് അല്ല സെക്കൻഡ് പ്രൈസ് ഇവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രൈസ് കിട്ടി. ജനങ്ങളുടെ വിശ്വാസ്യത സർക്കാർ ഈ ലോട്ടറിക്കകത്ത് കാണിക്കണം. ഈ സർക്കാർ ഇപ്പോൾ നമ്മുടെ കേരളം 100% സാക്ഷര സംസ്ഥാനമാണ്. പക്ഷെ സർക്കാർ ഇപ്പോഴും ജനങ്ങൾ വിഡ്ഢികളാണെന്ന് വിചാരിച്ച് കണ്ണി പൊടിയിട്ട ആ കണ്ണിലെ പൊടി മായ്ച്ചളഞ്ഞിട്ട് ഇത് തട്ടിപ്പാണെന്ന് പറയാനുള്ള ആർജവും ഇപ്പോൾ ജനങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എന്നിട്ടും എന്താണിത് തിരുത്താത്തതെന്നാണ് തോന്നുന്നത്. അത് തിരുത്താത്തെന്ന് പറഞ്ഞാൽ സർക്കാരിന് റവന്യൂ വരുമാനമില്ല, ഈ ലോട്ടറിയും മദ്യം കൊണ്ടുള്ളൂ. അപ്പോൾ ഈ പാവപ്പെട്ടവനെ എങ്ങനെയെങ്കിലേക്ക് ഊറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഇപ്പോൾ എംപ്ലോയികളാണ് സർക്കാർ ജീവനക്കാർ. സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അവരുടെ DA കാലാകാലം അനുസരിച്ച് കമ്പോളത്തിനുണ്ടായ നിലവിലെ വ്യത്യാസം അനുസരിച്ച് അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. DA കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കുടിശ്ശികയല്ലേ ഇപ്പോഴും. ആ സമയത്ത് PSC അംഗങ്ങളുടെ നമ്മൾ വാർത്ത വായിച്ചില്ലേ, ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന സമയത്ത് PSC മെമ്പർമാർക്ക് 1 ലക്ഷം രൂപ വെച്ച് വർധന വെച്ച് കൊടുക്കുന്നു മുൻകാല പ്രാബല്യത്തോട്. അപ്പോൾ തന്നെ സർക്കാരിൻ്റെ നയം എങ്ങോട്ട് ആരെയാണ് അവർ സംരക്ഷിക്കുന്നത്? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം അസംഘടിതരാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു ഒരു 5 ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ലോട്ടറിക്ക് പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 ലക്ഷത്തോളം ആളുകൾ നിസ്സാര നമ്പറുകളല്ല, 5 ലക്ഷം വോട്ടുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേരളം മൊത്തത്തിൽ ഒന്നിച്ച് നിന്നാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അസംഘടിതരാകുന്നത്? പിന്നെ പ്രധാനമായിട്ട് എൻ്റെ ഒരു ചോദ്യം, ഈ പ്രതിപക്ഷം എന്താണിത് കണ്ടില്ലെന്ന് അടിക്കുന്നത്? ശരിക്കും അവരല്ലേ ജനപക്ഷമായിട്ട് നിലകൊള്ളേണ്ടത്? അവരെന്താണ് ഇതിൽ മുന്നോട്ട് നിന്ന് ഒരു സംഘടിച്ച് നിങ്ങളെല്ലാവരെയും കൂട്ടാത്തത്? അവർക്കും വലിയ താല്പര്യമില്ലേ? അവർ ജോയിൻറ്റ് വെഞ്ചർ പോലത്തെ രീതിയിലാണ് പോകുന്നത്. അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് തീർച്ചയായിട്ടും. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലാണ് പ്രതിപക്ഷമൊക്കെ അറിയാത്ത പോലെ നടക്കുന്നത്. അല്ലെ കോൺഗ്രസ് ആണെങ്കിലും ഒരു യാത്ര നടത്തി അവിടെ പോയി എന്തെങ്കിലും 2 വാക്ക് പറയേണ്ടതല്ലേ, എന്നാ പറയാത്തത്? ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് ജനം മനസ്സിലാക്കണം. പ്രതിപക്ഷം ഈ വിഷയം ഇത് നിസ്സാര വിഷയമല്ല, ലക്ഷങ്ങളുടെ വിഷയം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 50 രൂപ ഒരാൾക്ക് പോകുന്നത്, അല്ലെങ്കിൽ 100 രൂപ. പക്ഷേ മൊത്തത്തിൽ ഈ പറയുന്നത് ഇത്രയും തൊഴിലാളികൾ ഈ സാധനം വിൽക്കുമ്പോൾ എത്ര ലക്ഷം സാധനം ഒരു ദിവസം അടിച്ചിറക്കുന്നത്? മലയാളികൾ, തമിഴ്, അതുപോലെ ബംഗാളീസ്, ആസാം, അങ്ങനെ ഒരുപാട് വർക്കേഴ്സ് കേരളത്തിലുണ്ട്. ഇത്ര ലക്ഷം പേരുണ്ട്. അവർ ബഹുഭൂരിപക്ഷവും 12 സെയിം എടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ആ കച്ചവടം എക്സ്ട്രാ പോവുക, മലയാളി അല്ലാത്ത കച്ചവടം വരുക. പിന്നെ ഓൺലൈനിൽ പോകുന്നത് അല്ലാതെ വേറെ. ഇപ്പോൾ ഒരു ചോദ്യം അവസാനമായിട്ട് ചോദിച്ചട്ടെ, സൗകര്യമുള്ളവൻ എടുത്താൽ മതി അല്ലെ സൗകര്യമുള്ളവൻ വിറ്റാൽ മതി എന്നുള്ളൊരു നയമാണ് സർക്കാരിനെങ്കിലോ? സർക്കാർ തന്നെ വിൽക്കേണ്ടി വരും. അത് സർക്കാർ തന്നെ വിൽക്കേണ്ടി വരും. അതിലൊരു മാറ്റമുണ്ട്. സർക്കാർ തന്നെ പ്രതിപക്ഷം എതിർത്തിട്ടൊന്നും കാര്യമില്ല. പ്രതിപക്ഷം എതിർത്തിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇവരെ പ്രൈസ് കൊടുക്കുന്നില്ല. ഇവർ മഹാ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാ തട്ടിപ്പ്. ജനങ്ങളെ അവരിത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് സാധാരണപ്പെട്ട് ജീവിക്കുന്നവരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കഷ്ടപ്പെടുന്നവർക്ക് കൊണ്ടല്ലേ ഈ ഭാഗ്യക്കുറി തന്നെ നിലവിൽ വന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടുന്നില്ല, പ്രൈസ് കൊടുക്കുന്നില്ല. പ്രൈസ് കൊടുക്കും. കാരുണ്യ ടിക്കറ്റ് അതിൻ്റെ കാശൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇൻഷുറൻസ് കിട്ടുമോ? കാരുണ്യയുടെ കാശ് മന്ത്രി ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരിന്ന മെഡിസിൻ ഉണ്ടോ നേരിട്ട് അവർ മിന്നൽ പോലെ ചെന്ന് പ്രവൃത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് കണ്ടാണ്. അന്നേരം പോലും സാധാരണപ്പെട്ടവർക്ക് വേണ്ട മരുന്ന് പോലും അവിടെ ഇല്ല. അപ്പം ഈ ലോട്ടറി വിൽക്കുന്നത് ഇത് വെച്ച് നോക്കുമ്പം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയല്ലേ അതും. നമ്മൾ സാധാരണ അവിടെ ചെല്ലുമ്പം നാളെ വിൽക്കുന്ന നമ്പറിന് ഇന്ന് അവർ പ്രൈസ് അടുപ്പിക്കുക. ഇവർ മനഃപൂർവ്വം പ്രൈസ് കൊടുക്കുന്നേ ഇല്ല. നാളെ കടക്കാർ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ടിക്കറ്റിന് ഇന്നേ പ്രൈസ് അങ്ങ് കൊടുക്കുകയാണ്. 5000 അടിക്കുക, ഇന്ന് 5000 അടിക്കുക. അത് നാളെ ആയിരിക്കും വിൽക്കുന്നത്. വിൽക്കാത്ത ദിവസമാണ് പ്രൈസ് കൊടുക്കുന്നത്. അല്ല, ഇത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടും എല്ലാവരും മണ്ടന്മാരാണെന്നുള്ളൊരു സമീപനം സർക്കാർ തുടരുന്നതിൽ എന്താണ് പറയാനുള്ളത്? അത് നമുക്കറിയാലോ. കഴിഞ്ഞ നിയമസഭയിൽ LDFൻ്റെ കാലഘട്ടത്തിൽ UDF ഭരിക്കുമ്പോൾ നിയമസഭ അടിച്ചു കയറി അവിടുത്തെ കമ്പ്യൂട്ടറും ഡയസും ഒക്കെ സ്പീക്കറുടെ തകർത്തു. അത് ലോകം മുഴുവൻ കണ്ടോണ്ടിരുന്ന. കോടതിയിൽ തന്നെ പറയുന്നത് ഗവൺമെൻറ് പോയി. അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ? ഇത്ര മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന ഒരു ഭരണ സംവിധാനങ്ങളാണ്
അതിൻ്റെ അകത്ത് ആരും ഒന്നും മിണ്ടത്തില്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോന്നു. ഇപ്പം തന്നെ ഇതിനകത്ത് ലോട്ടറി വിൽക്കുന്ന യൂണിയൻ ഭരണ പക്ഷത്തിൻ്റെ ഭൂരിപക്ഷ യൂണിയൻ അതാ. പ്രതികരിക്കണ്ടേ? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഭയന്നിട്ടാണോ പ്രതികരിക്കാത്തതിന്? ആയിരിക്കും അതുകൊണ്ടാണ്. എന്നിട്ടുകൊണ്ട് പിന്നെ പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായം പറയേണ്ടതെന്ന് സ്വയം സെൽഫായിട്ട് വലിഞ്ഞു മാറുന്ന ആൾക്കാരുണ്ട്. ഈ മേഖല ശരിക്കും രാഷ്ട്രീയക്കാർ പഠിച്ചിട്ടില്ല. ആ പഠിച്ചവരാണ് ഇതിനെ ഇത്രയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനത്തെ. അതാണ് അത് കറക്റ്റ്. എന്തായാലും പുതിയ മാറ്റങ്ങളിലും നിങ്ങൾ ആരും തൃപ്തരല്ല. അല്ല, ഒരിക്കലും അല്ല. 10 രൂപ വർദ്ധിപ്പിച്ചിട്ട് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന 5000-ൻ്റെ വീണ്ടും 2 എണ്ണം കൂട്ടിയെന്നല്ലാതെ എന്നതാ. 5000 വെറും 2 എണ്ണേ കൂട്ടിയിട്ടുള്ളൂ. അതാണല്ലോ മെയിനായിട്ട് 5000 എന്ന് പറയാനായിട്ടൊരു തുക. അത് 2 എണ്ണേ കൂട്ടിയപ്പോൾ എന്നാ കൂട്ടല? അത് ഒരു ഗുണമില്ലാത്ത കൂട്ടലാണ്. അപ്പോൾ ഇതിനെതിരെ ഇനി ഒരു സമരം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? സമരം ഉണ്ടാകണം. ഉണ്ടെങ്കിൽ സംഘടിക്കണമല്ലേ? സംഘടിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് തൊഴിലാളികൾ വിചാരിക്കണം. തൊഴിലാളികൾ ലോട്ടറി എടുക്കുന്നവരും കുറച്ചൊക്കെ മനസ്സിലാക്കണം, എടുക്കരുത്. അതാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ. നിലപാടിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ സമരം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ആ ദിവസത്തിൽ അവരുടെ ജീവിതമാർഗ്ഗം കൂടെ നഷ്ടപ്പെട്ടു പോവുക ഈ സമരം വെക്കുന്ന ദിവസത്തിൽ. ഇല്ലേ? സമരം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആശാവർക്കർമാരൊക്കെ സഹിക്കുന്ന പോലത്തെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ അവരെ പോലെ ഒരു ആംബിയർ ഈ സമൂഹത്തിന് ഇല്ലേ? അതുകൊണ്ടാകൂല. അതല്ല, ഇവർ അസംഘടിത, എല്ലാവരും പല രീതിയിൽ ജീവിക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ടുള്ള അവരവരുടെ ജീവിത കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് അവർ ഐക്യത്തിന് പറ്റിയല്ല. ഇനി ഒരു ദിവസം വല്ലതും പ്രോഗ്രാം വെച്ചാൽ അവർ വന്നിരിക്കും, എല്ലാവരും വരും. 2-ാം ദിവസം കൊണ്ട് അതൊക്കെ തീർന്നു ഒരു പത്രവാർത്തയായിട്ട് അവശേഷിച്ചു. പത്രങ്ങൾ പോലും ഇതൊന്നും മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സർക്കാരിനെ പുകഴ്ത്തുകയാണ്, ജനങ്ങൾക്ക് ജനപ്രിയ സമ്മാനത്തുകൾ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ വാർത്തകൾ കണ്ടത്, പ്രമുഖ മാധ്യമങ്ങൾ. പക്ഷേ നിങ്ങൾക്കിപ്പോഴും ജനപ്രിയമാണെന്ന് തോന്നുന്നില്ലല്ലേ സർക്കാരിൻ്റെ സമീപനങ്ങൾ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ലോട്ടറിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും യാതൊരു വിധത്തിലും സർക്കാരിൻ്റെ ഒരു ഇത് നമുക്ക് അനുകൂലമായിട്ട് പറയാൻ പറ്റത്തില്ല. അത് സർക്കാരിൻ്റെ ഒരു വരുമാന മേഖല മാത്രമായിട്ട് അവർ കാണുകയാണ്. ഈ ജനങ്ങളെ കാണുന്നില്ല, ഇത് കച്ചവടം ചെയ്യുന്നവരെ കാണുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാരിന് വരുമാനം മാത്രമാണ് സർക്കാർ കാണുന്നത്, ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ സർക്കാർ ഇപ്പോഴും കാണുന്നില്ല എന്നാണ് പറയുന്നത്. മെയ് മാസത്തിലെ മാറ്റങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പുനഃപരിശോധിച്ച് വരുത്തിയ ഈ ജൂൺ മാസത്തിലെ മാറ്റങ്ങൾ പോലും ജനപ്രിയമാകുന്നില്ല എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണ് സർക്കാർ ഇപ്പോഴും ഈ പറയുന്ന മാറ്റങ്ങളെന്ന വ്യാജേന പ്രവർത്തിക്കുന്നതെന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ലോട്ടറി വിൽക്കുന്നവർക്കിടയിൽ നിന്നും ഏജൻസി നടത്തുന്നവർക്കിടയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. സംഘടിതരല്ലാതെ അസംഘടിതരായി പോകുന്ന ഈ ലോട്ടറി സമൂഹം സംഘടിച്ചുകൊണ്ട് ഇതൊരു സമരം പോലെ മുന്നോട്ട് പോയി സർക്കാരിന് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തത് കൂടി ഇതിലൊരു വീഴ്ചയായി കാണുന്നു. ആളുകൾക്ക് ഇങ്ങനെ പ്രതികരിക്കാം, എല്ലാം പറയാം, പക്ഷെ സർക്കാരിന് ഒരു കൂസലുമില്ല. സർക്കാരിൻ്റെ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും തരത്തിൽ സർക്കാരിനോട് പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ അറിയിച്ചാൽ പ്രതികാര നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇതിലെങ്ങാനും ഇനി എപ്പോഴെങ്കിലും ഒരു അറുതി വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അവസാനമായി പറയുന്നു, ഇപ്പോഴും സർക്കാരിൻ്റെ ലോട്ടറി നയങ്ങൾ ജനങ്ങൾക്കും വിൽക്കുന്നവർക്കും സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.